എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം, എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അതിനു മുന്നോടിയായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡിന്റെ ആവശ്യം എന്താണ്, വൈറ്റ് ബോർഡ് പോലെ ബ്ലാക്ക് ബോർഡ് തന്നെ വേണമെന്ന് എന്തിനാണ് ശഠിക്കുന്നത്? വിശ്വപ്രസിദ്ധ ചിന്തകനായ ഗാൾഡ്നോവ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തയിലാണ് ബ്ലാക്ക് ബോർഡിനെ പറ്റി വിശദീകരിക്കുന്നത്. ബ്ലാക്ക് വൈറ്റ്, ഗ്രൗണ്ട് ടു ഫിഗർ എന്നാണ് ഈ തിയറിയുടെ പേര്. ഓരോ കുട്ടിയും അനവധി ബുദ്ധികളുടെ സമാഹാരമാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. സാങ്കേതികപരമായ ബുദ്ധി, ശാസ്ത്രപരമായ ബുദ്ധി, ഗണിതപരമായ ബുദ്ധി, കലാപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഇങ്ങനെ വിവിധ ബുദ്ധികളുടെ ഒരു സമാഹാരമാണ് ഓരോ കുട്ടിയും. അതായത് കുട്ടികൾ ആരും തന്നെ ഒഴിഞ്ഞ പാത്രമല്ല എന്നാണ് സങ്കല്പം. പക്ഷേ അവരുടെ മനസ്സിൽ അഥവാ ഉപബോധ മനസ്സിൽ ഈ ചിന്തകളെല്ലാം വളരെ ശക്തമാണെങ്കിലും പ്രത്യക്ഷത്തിൽ അവയെല്ലാം ഒരു വേഗ നിശ്ചലമായ അവസ്ഥയിലാണ്, ബ്ലാക്കാണ്. ആ നിശ്ചലമായ അവസ്ഥയിലേക്ക് ഫിഗറിനെ കൊണ്ടുവരിക. ഫിഗർ എന്ന് പറഞ്ഞാൽ അതിനെ വെള്ളപ്രതലമാക്കി മാറ്റുക. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് ഭാരതീയ ദർശനമുണ്ട്. അതായത് ഏതൊരു വ്യക്തിയിലും നിഷാദഭാവവുമുണ്ട്, ദൈവിക ഭാവവുമുണ്ട്. ദൈവിക ഭാവം അഥവാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്ഷരങ്ങളാണ്, ആശയങ്ങളാണ്, ചിന്തകളാണ്. ആ അക്ഷരങ്ങളെയും ആശയങ്ങളെയും ചിന്തയെയും പ്രോജ്വലിപ്പിക്കുക. നിശ്ചലമായ പ്രതലത്തിൽ നിന്നും നമ്മൾ വെള്ളപ്രതലത്തിലേക്ക് മാറ്റുക. കുട്ടിയുടെ അന്ധകാരപൂർണമായ അന്തരംഗങ്ങളിൽ അഥവാ ചിന്താമണ്ഡലത്തിൽ വെളിച്ചം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഗ്രൗണ്ട് ആൻഡ് ഫിഗർ തിയറിയിലൂടെ മനഃശാസ്ത്രജ്ഞന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കറുത്ത പ്രതലത്തിൽ വെളുപ്പ് കൊണ്ട് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മൾ ശൂന്യമായ ഒരു പ്രതലത്തിൽ അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും അറിവിൻ്റെയും ഒരു ലോകം നമ്മൾ പുനഃസൃഷ്ടിക്കുക. ഇതാണ് ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമുക്കറിയാം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയുണ്ടായി. അതായത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്കൂളുകളിൽ അന്ന് ബ്ലാക്ക് ബോർഡ് ഇല്ലായിരുന്നു. ആ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവരിക എന്ന് അദ്ദേഹം ചിന്തിച്ചു. എൻ്റെ ഭാരതത്തിന്റെ ജീവൻ കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് വിശ്വസിച്ച ആദരണീയനായ മഹാത്മജിയുടെ പിന്തലമുറക്കാരനായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. അതായത് ഇന്ത്യയിലെ അന്ധകാരപൂർണമായ മനുഷ്യ മനസ്സുകളിൽ വെളിച്ചത്തിന്റെ തിരുനാളം കൊളുത്തിവെക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇത്. അപ്പോൾ വെളുത്ത പ്രതലത്തിൽ കറുത്ത ചോക്ക് കൊണ്ട് എഴുതുന്ന ആധുനിക വിദ്യാഭ്യാസം ആശയങ്ങളുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. മറിച്ച് കറുത്ത പ്രതലത്തിൽ വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ചിന്തയുടെ പ്രവാഹം ഉണ്ടാകുന്നു. ആ ചിന്തയുടെ പ്രവാഹം ഉണ്ടാക്കുന്ന അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. അജ്ഞാനമാകുന്ന ഇരുട്ടു മാറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു. ഗു അന്ധകാരം, രു വെളിച്ചം, കറുപ്പ് വെളുപ്പ്.
അപ്പൊ അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരുനാഥൻ. അന്ധകാര നിർമാർജ്യതേ ഗുരു ഇത്യഭിധീയതേ എന്ന് ഭാരതീയ ദർശനം. അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു. അപ്പോൾ ഭാരതീയമായ ഒരു ഗുരുസങ്കല്പം, ഭാരതീയമായ ഒരു ചിന്താധാര ഈ ബ്ലാക്ക് ബോർഡിന്റെയും ഈ ചോക്കിന്റെയും പിറകിലുണ്ട്. ഏതു മനുഷ്യനെയും വെളിച്ചത്തിന്റെ അക്ഷരത്തിന്റെ ദീപം കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ, അത് ആ വെളുത്ത ദീപം കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ അവന്റെ അന്ധകാരപൂർണമായ മനോമണ്ഡലത്തിൽ വെളിച്ചത്തിന്റെ പ്രകാശം ചൊരിയാൻ സാധിക്കും എന്നുള്ളതാണ് ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.